ബിജെപിയുടെ വടക്കൻ വീരഗാഥ. വടക്കുകിഴക്കൻ പോരിൽ നേട്ടമുണ്ടാക്കി ബിജെപി. ത്രിപുരയിലും നാഗാലാൻഡിലും അധികാര തുടർച്ച നേടിയപ്പോൾ മേഘാലയയിൽ എൻപിപിക്കൊപ്പം സർക്കാരുണ്ടാക്കാനാകും ബിജെപി നീക്കം. ത്രിപുരയിലും മേഘാലയയിലും നാഗാലാൻഡിലും പുതുതായി ഒന്നും സംഭവിച്ചില്ല. മൂന്നിടത്തും ഭരണകക്ഷികൾ തന്നെ ഇനിയും ഭരിക്കും. കോൺഗ്രസുമായി ചേർന്ന് ബിജെപിക്ക് തടയിടാൻ ത്രിപുരയിലെ CPIM തന്ത്രത്തിന് കഴിഞ്ഞതുമില്ല. പൂജ്യത്തിൽ നിന്ന് നിയമസഭയിലേക്ക് സാന്നിധ്യം അറിയിക്കാനായത് കോൺഗ്രസിന് വലിയ ആശ്വാസമാണ്. ബിജെപി വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്ന് വിലയിരുത്തിയ തിപ്രമോത്ത മുന്നേറിയിട്ടും ബിജെപി തളർന്നില്ല. ന്റെ ആവർത്തനമായിരുന്നു ഇത്തവണയും മേഘാലയയിൽ. ആർക്കും ഭൂരിപക്ഷമില്ല. 27 സീറ്റ് കിട്ടിയ NPPക്ക് കഴിഞ്ഞ തവണത്തേതുപോലെ BJP പിന്തുണ പ്രഖ്യാപിച്ചേക്കും. കൂടെ ചെറു പാർട്ടികളും. NPPയുടെ കൊൺറാഡ് സാങ്മ മുഖ്യമന്ത്രിയായേക്കും. നാഗാലാൻഡിൽ NDPP BJP സഖ്യത്തിന്റെ മേധാവിത്വം തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. 60-ൽ 37 സീറ്റ് സഖ്യം നേടിയപ്പോൾ എതിരാളികൾ എല്ലാം ഒറ്റയക്കത്തിൽ ഒതുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്വാധീനത്തിൽ ഇടിവുണ്ടായില്ലെന്ന് തെളിയിക്കുകയാണ് BJP മുന്നേറ്റം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ത്രിപുരയിൽ BJPക്ക് ഭരണ തുടർച്ച. 60-അംഗ നിയമസഭയിലെ 34 സീറ്റുകൾ വിജയിച്ചാണ് BJP സഖ്യം അധികാരം നിലനിർത്തിയത്. CPM കോൺഗ്രസ് സഖ്യം ഫലം കാണാതെ വന്നപ്പോൾ കന്നി അംഗത്തിൽ തിപ്രമോത്ത തിളങ്ങി. വിജയത്തിന് തിളക്കം കുറഞ്ഞെങ്കിലും അധികാരം നിലനിർത്താനായത് BJPയുടെ രാഷ്ട്രീയ വിജയമാണ്. CPM കോൺഗ്രസ് സഖ്യത്തിനും ത്രിപ്രമോദയ്ക്കും BJPയെ തടയാനായില്ല. ത്രിപുരയിൽ 2ാം തവണയും അധികാരം പിടിച്ച് BJP. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് BJPക്ക് 4 സീറ്റ് മാത്രം കുറഞ്ഞപ്പോൾ സഖ്യകക്ഷിയായ IPFT നിറം മങ്ങി. മത്സരിച്ച 5 സീറ്റുകളിൽ IPFT ജയിച്ചത് 1-ൽ മാത്രം. കരുത്തുകാട്ടാം എന്ന് പ്രതീക്ഷിച്ച CPM കോൺഗ്രസ് സഖ്യത്തിന്റെ പ്രകടനം 14 സീറ്റിൽ ഒതുങ്ങി. CPM 16 സീറ്റിൽ നിന്ന് 11ലേക്ക് ചുരുങ്ങി. ഒന്നുമില്ലായ്മയിൽ നിന്ന് കോൺഗ്രസിന് 3 സീറ്റ് നേടാനായത് സഖ്യം കൊണ്ടുള്ള നേട്ടമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കന്നിയംഗത്തിൽ തിപ്രമോത്ത എന്ന പാർട്ടി നടത്തിയ മുന്നേറ്റം ഗോത്രമേഖലയിൽ BJP സഖ്യത്തിന് ക്ഷീണമുണ്ടാക്കി. 42 സീറ്റുകളിൽ മത്സരിച്ച പ്രദ്യുത് ദേബ് ബർമന്റെ പാർട്ടി 13 മണ്ഡലങ്ങളിൽ ജയിച്ചു കയറി. കഴിഞ്ഞ തവണ ഗോത്രമേഖലയിൽ 20-ൽ 18ഉം BJP സഖ്യമായിരുന്നു. ജയത്തിന്റെ തിളക്കം കുറഞ്ഞുവെങ്കിലും പ്രതിപക്ഷ സഖ്യത്തെയും ഭരണവിരുദ്ധ വികാരത്തെയും മറികടന്നുള്ള ജയം BJPക്ക് രാഷ്ട്രീയമായി കരുത്തു പകരുന്നതാണ്. മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാർ പ്രതിനിധീകരിച്ചിരുന്ന ധൻപൂർ മണ്ഡലം CPMൽ നിന്ന് BJP പിടിച്ചെടുത്തു. കേന്ദ്രമന്ത്രി പ്രതിമ ഭൗമിക്കാണ് ജയിച്ചത്. മുഖ്യമന്ത്രി മണിക് സാഹ ടൗൺ ബോർഡോവാലി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൌധരി, കോൺഗ്രസ് നേതാവ് സുദീപ് റോയ് ബർമൻ തുടങ്ങിയവരാണ് ജയിച്ച മറ്റു പ്രമുഖർ. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നാഗാമണ്ണിലെ പോരിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. NDPP BJP സഖ്യം ഭരണ തുടർച്ച നേടിയപ്പോൾ നാഗാലാൻഡിൽ പ്രതിപക്ഷം ഇനി പേരിന് മാത്രം. മുഖ്യമന്ത്രിയായി നെഫ്യൂ റിയോ തന്നെ തുടരും. നാഗാലാൻഡ് നിയമസഭാ ചരിത്രത്തിൽ ഇതാദ്യമായി വനിതകൾ ജയിച്ചു കയറിയ തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത്തവണത്തേത്. ഗോത്ര രാഷ്ട്രീയവും വിഘടനവാദവും ശക്തമായ നാഗാലാൻഡിൽ അട്ടിമറിയും അത്ഭുതങ്ങളുമില്ല. നാഷണൽ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി BJP സഖ്യം ഇക്കുറിയും നാഗാമണ്ണിന്റെ നായകരായി. കേവല ഭൂരിപക്ഷത്തിനു മുകളിൽ സഖ്യത്തിന്റെ ഭൂരിപക്ഷം കുതിച്ചു. മുഖ്യമന്ത്രി നെയ്ഫ്യൂ റിയോ നേതൃത്വം നൽകുന്ന NDPPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വിജയത്തിളക്കം. BJP ആകട്ടെ കഴിഞ്ഞ തവണത്തെ 12 സീറ്റും നിലനിർത്തി. 60 അംഗ സഭയിൽ NDPP 40ഉം BJP 20 മത്സരിച്ചത്.
2018-ൽ 26 സീറ്റ് നേടുകയും പിന്നീട് സർക്കാരിന്റെ ഭാഗമാകുകയും ചെയ്ത NPF-ന് 3 സീറ്റിലാണ് മുന്നേറ്റം നടത്താനായത്. സർക്കാരിന്റെ ഭാഗമായതോടെ 21 NPF അംഗങ്ങളും അന്ന് NDPP-യിലേക്ക് ചേക്കേറുകയായിരുന്നു. നെഫ്യൂ റിയോയ്ക്കൊപ്പം മുൻ മുഖ്യമന്ത്രി TR സെലിയാങ്, BJP സംസ്ഥാന അധ്യക്ഷൻ തെംജൻ എലോട്ട് എന്നിവർ വിജയിച്ചു. ഒരു കാലത്ത് നാഗാലാൻഡിന്റെ കിരീടവും ചെങ്കോലുമേന്തിയ കോൺഗ്രസിന് ഇക്കുറിയും സീറ്റൊന്നുമില്ല. ചരിത്രത്തിലാദ്യമായി വനിതകൾ നാഗാലാൻഡ് നിയമസഭയിലേക്ക് ജയിച്ചു കയറിയതും ഇക്കുറിയാണ്. വെസ്റ്റേൺ അങ്കാമിയിൽ സാൽഹുദുനു ക്രൂസ്, ദിമാപൂർ 3-ൽ ഹെക്കാനി ജക്കാലു എന്നിവരാണ് വിജയക്കൊടി പാറിച്ചവർ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. മേഘാലയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിച്ച് നാഷണൽ പീപ്പിൾസ് പാർട്ടി. 60-അംഗ നിയമസഭയിലെ 59 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 27 മണ്ഡലങ്ങളിൽ NPP ആധിപത്യം പുലർത്തുകയാണ്. കേവല ഭൂരിപക്ഷത്തിനോട് അടുത്തു നിൽക്കുന്ന NPP-യുമായി ചേർന്ന് BJP സഖ്യ സർക്കാർ രൂപവൽക്കരിക്കാനാണ് സാധ്യത. ഖാസി, ജേൻഡിയഗാരോ കുന്നുകളിലായി പടർന്നു കിടക്കുന്ന മേഘാലയയിൽ 2018-ലേതിന് സമാനമായ ജനവിധിയാണ് ഇത്തവണയുണ്ടായത്. ആർക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷത്തിനോട് അടുത്തു നിൽക്കുന്ന NPP-യുമായി ചേർന്ന് ആര് സർക്കാർ ഉണ്ടാക്കുമെന്നത് കണ്ടറിയണം. മുഴുവൻ സീറ്റുകളിലും തനിച്ചു മത്സരിച്ചെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ BJP-ക്ക് സാധിച്ചില്ല. 2018-ൽ 2 സീറ്റിലാണ് BJP വിജയിച്ചതെങ്കിൽ ഇക്കുറി നില മെച്ചപ്പെടുത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന കോൺഗ്രസ് ദയനീയ പ്രകടനമാണ് ഇത്തവണ കാഴ്ചവെച്ചത്. 2018-ൽ 21 സീറ്റ് നേടിയ കോൺഗ്രസ് വളരെ പിന്നോക്കം പോയി. ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി സൃഷ്ടിച്ച അലയൊലികൾ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രതിഫലിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ 15 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് ലീഡ് ചെയ്തിരുന്നെങ്കിലും പശ്ചിമബംഗാളിന് പുറമെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കളമുറപ്പിക്കാനായി. ഇതോടെ തൃണമൂലിന്റെ വളർച്ചയ്ക്ക് മേഘാലയൻ മണ്ണിലും വളമായെന്ന് വ്യക്തം. കഴിഞ്ഞ തവണ 6 സീറ്റുകളിൽ വിജയിച്ച UDP ഇത്തവണയും ആ പ്രകടനം തുടർന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് നേട്ടം. 5 സംസ്ഥാനങ്ങളിലായി നടന്ന 6 ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് 3-ഉം BJP 2-ഇടത്തും വിജയിച്ചു. തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഈറോഡ് ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി EVKS ഇളങ്കോവൻ വിജയിച്ചു. മഹാരാഷ്ട്രയിലെ കസ്ബേത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് രവീന്ദ്ര ധൻഗേക്കറും ജിൻജുവാഡിൽ BJP-യുടെ അശ്വിനി ലക്ഷ്മണും വിജയിച്ചു. കസ്ബേത്തിൽ 33 വർഷം നീണ്ട BJP ആധിപത്യം അവസാനിപ്പിച്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം. വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ സബർദിഗി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബെയ്റോൺ ബിസ്വാസും വിജയിച്ചു. അരുണാചൽ പ്രദേശിലെ ലുംല സീറ്റിൽ സേറിംഗ് ലാമു വിജയിച്ചു. ജാർഖണ്ഡിൽ അജ്ജു സ്ഥാനാർത്ഥി സുനിത ചൌധരിയും വിജയിച്ചു. കണ്ണൂർ വൈദികം റിസോർട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ്. EP ജയരാജന്റെ ഭാര്യയും മകനും ഡയറക്ടർമാരായ റിസോർട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. EPക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിന് പിന്നാലെയാണ് പരിശോധന. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു ഭരത്, മണിക്കൂറുകൾ മുമ്പ് ആരംഭിച്ച റെയ്ഡാണ് ഇപ്പോഴും തുടരുകയാണോ? ഏതൊക്കെ ഏജൻസികൾ, ആദായ നികുതി വകുപ്പ് മാത്രമാണോ അവിടെ റെയ്ഡിൽ പങ്കാളികളായിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ. 3 മണിക്ക് ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിൽ കൂടുതൽ ഉള്ളത്. ഒപ്പം തന്നെ GST ഉദ്യോഗസ്ഥരും ഈ റെയ്ഡിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് TDS-മായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാനാണെന്നാണ് ഇപ്പോൾ റിസോർട്ട് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ റിസോർട്ടിനെതിരെ വ്യാപകമായ പരാതി ആദായ നികുതി വകുപ്പിനും അതുപോലെ EDക്കും ലഭിച്ചിട്ടുണ്ട്. EDയും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ആരംഭിച്ചതായാണ് പരാതി. വിദേശത്തുനിന്നെത്തിച്ച കള്ളപ്പണം വെളുപ്പിക്കാൻ റിസോർട്ടിന്റെ മണവിൽ ശ്രമം നടത്തി എന്ന് കാണിച്ചുകൊണ്ടാണ് EDക്ക് പരാതി ലഭിച്ചിട്ടുള്ളത്. ആ വിഷയത്തിലാണ് ED അന്വേഷിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം EP ജയരാജന്റെ ഭാര്യ KP ഇന്ദിരയുടെ പേരിൽ ഉണ്ട് എന്ന പരാതിയാണ് ആദായ നികുതി വകുപ്പിന് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ആദായ നികുതി വകുപ്പും GSTയും പരിശോധനകൾ തുടരുകയാണ്.
ഈ വൈദികം റിസോർട്ടിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റിയിലും ഈ ഇ.പി. ജയരാജന്റെ ഭാര്യ KP ഇന്ദിര നടത്തിയ ഓഹരി വാങ്ങിച്ചതിനെ സംബന്ധിച്ചും നടത്തിയ നിക്ഷേപങ്ങളെ സംബന്ധിച്ചുമൊക്കെയുള്ള പരാതികൾ വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിന് പുറകെയാണ് ഇത്തരം ഒരു റെയ്ഡും കൂടി വരുന്നത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. ഇടുക്കി മാങ്കുളം വലിയ പാറക്കുട്ടിയിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. അങ്കമാലി ജ്യോതി സെൻട്രൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ റിച്ചാർഡ്, അർജുൻ, ജോയൽ എന്നിവരാണ് മരിച്ചത്. വിനോദയാത്രയ്ക്കെത്തിയതായിരുന്നു ഇവർ. വലിയകുട്ടി ഭാഗത്ത് കുട്ടികൾ കുളിക്കാൻ ഇറങ്ങുന്നതിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. 5 പേരാണ് വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിയത്. ഇതിൽ 3 പേർ അപകടത്തിൽപ്പെട്ടു. ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു സംഭവം. സ്കൂളിൽ നിന്നും മാങ്കുളത്ത് വിനോദയാത്രയ്ക്കെത്തിയ സംഘത്തിൽപ്പെട്ടവരാണ് വിദ്യാർത്ഥികൾ. സമീപവാസികൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന സമിതിയുടെ ശുപാർശ പ്രകാരം വേണമെന്നാണ് സുപ്രീം കോടതി വിധി. ഈ കമ്മിറ്റിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി നിയമനം നടത്തണമെന്നും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിന് കൊളീജിയം മാതൃകയിൽ സംവിധാനം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. ഐക്യകണ്ഠേനയാണ് 5-അംഗ ബെഞ്ച് വിധി പറഞ്ഞത്. വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനർഹർക്ക് ധനസഹായം ലഭിച്ചുവെന്ന സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. വിഷയത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം അപക്വമാണെന്ന് കോടതി പറഞ്ഞു. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിന് ജാമ്യമില്ല. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ എറണാകുളം PMLA കോടതി തള്ളി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചു. ഹൈക്കോടതി ജഡ്ജിമാരുടെ പേരിൽ കോഴ വാങ്ങിയെന്ന കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസിനെതിരായ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിന് നിർദ്ദേശം. ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയത്. കേസിന്റെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ 3 ആഴ്ചയ്ക്കകം കോടതിയിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്നും സർക്കാർ അറിയിച്ചു. തനിക്കെതിരായ അഴിമതി നിരോധന കേസിലെ വകുപ്പുകൾ ചുമത്തിയ പോലീസ് FIR-ലെ അന്വേഷണ നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിന്റെ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. സൈബിയെ അറസ്റ്റ് ചെയ്യരുത് എന്നതുൾപ്പെടെയുള്ള നേരത്തെയുള്ള ഇടക്കാല ഉത്തരവുകളെല്ലാം ഈ സാഹചര്യത്തിലും തുടരും. കേസിൽ ക്രൈംബ്രാഞ്ച് സൈബിയെ ചോദ്യം ചെയ്തിരുന്നു. പാലക്കാട് വടക്കന്തറയിൽ ആന വിരണ്ടു. മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് എഴുന്നള്ളിച്ച ആനയാണ് വിരണ്ടത്. ആനയെ ഉടൻ തളച്ചതിനാൽ അപകടം ഒഴിവായി. ഇല്ല, സീറ്റ് എടുക്കുന്നില്ല, കണ്ടോ? സീറ്റ് എടുക്കുന്ന സമാധാനപ്പെടും. ഹിൻഡൻബർഗ് വിവാദത്തിൽ സെബി അന്വേഷണത്തിന് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. അദാനി ഷെയറുകളിൽ കൃത്രിമത്വം നടത്തിയോ എന്ന് സെബി പരിശോധിക്കണം. ഇതിനായി 5-അംഗ അന്വേഷണ സമിതിയെ സുപ്രീംകോടതി നിയോഗിച്ചു. മുൻ ജഡ്ജി അഭയ് മനോഹർ സപ്രെ നയിക്കുന്ന സമിതിയിൽ OP ഭട്ട്, ജസ്റ്റിസ് ദേവ്ധർ, KV കാമത്ത്, നന്ദൻ നിലേകനി എന്നിവരാണുള്ളത്. സെബി അന്വേഷണം പൂർത്തിയാക്കി 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത്. സ്പോർട്സ്. ഇൻഡോർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 76 റൺസ് വിജയലക്ഷ്യം. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 163 റൺസിന് ഓൾ ഔട്ടായി. 8 വിക്കറ്റ് വീഴ്ത്തിയ നഥാൻ ലിയോണാണ് ഇന്ത്യയെ തകർത്തത്. 59 റൺസ് എടുത്ത ചേതേശ്വർ പുജാരയാണ് ടോപ്പ് സ്കോറർ. വിരാട് കോഹ്ലി 13 റൺസ് എടുത്തും ശുഭ്മാൻ ഗിൽ 5 റൺസ് എടുത്തും പുറത്തായി. ശ്രേയസ് അയ്യർ 26 റൺസ് എടുത്തു.